ഇന്ന് നമ്മളൊരു പുതിയ മെഷീന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സ്ലിപ്ഫോം പേവിംഗ് മെഷീൻ എന്നാണ് ആ മെഷീൻ്റെ പേര്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ മെഷീൻ ഇപ്പോൾ ഉള്ളത് രണ്ടത്താണിയാണ്. രണ്ടത്താണിയിൽ നമ്മുടെ സർവീസ് റോഡിൻ്റെ സൈഡിലെ ഡിവൈഡർ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഡിവൈഡറിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കമ്പി കെട്ടിയതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഡൈ വെച്ചിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ കമ്പിയുടെ ഉള്ളിലായിട്ട് ആ ഡൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ആ കോൺക്രീറ്റ് ഇറങ്ങിയിട്ട് അത് സെറ്റാക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും ആയിട്ടില്ല, ഒരു റെഡിമിക്സ് ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ മെഷീൻ്റെ മേക്കിംഗ് സ്ഥലം എന്ന് പറഞ്ഞത് ജർമ്മനിയാണ്. നമ്മുടെ വെർട്ടിച്ചൻ മുമ്പൊരു മെഷീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ റോഡ് ചെത്തുന്ന മെഷീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേ ഫാമിലിപ്പെട്ട സാധനം തന്നെയാണ്. പുതിയൊരു അതെ 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 ഐറ്റംസ് ഇതൊക്കെ ഒരൊറ്റ അമ്മപ്പെട്ട മക്കൾ തന്നെയാണെന്ന് വേണം പറയാൻ. ഒരു ബെൽറ്റ് കാണാം. ഇവിടെയാണ് മസാല, ഇതിലാണ് മസാലയാണ് വന്ന് വീണ സ്ഥലം. മസാല ഇവിടുന്നാണ് വന്ന് ബെൽറ്റ് വഴി തന്നെയാണ് ഇതിലും വർക്ക് കയറി പോകുന്നത്. ഇതില് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് അങ്ങനെ മേലേക്ക് ഇറങ്ങിയിട്ട് മേലേക്ക് കയറി പോകും, മെഷീനിലേക്ക് വീണാണ്. അങ്ങനെ ആ ഡൈയില് വന്നിട്ടാണ് കോൺക്രീറ്റ് വന്ന് വീഴുക. സെറ്റ് ആ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡിമിക്സ് ഏകദേശം എത്തിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഡിവൈഡറിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പുറം സൈഡാണ് ഇപ്പോൾ മെഷീൻ നിൽക്കുന്നതിൻ്റെ റോഡിലേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവിച്ചാൽ ഇത് കുറച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി വീഴുന്നത് കാണാം. ഹൈറ്റ് കൂടിയിട്ടുണ്ടാവും. ഹൈറ്റിലല്ലേ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് തന്നെയല്ലേ വെള്ളം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണുക. സൈഡിലൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാതിരുന്നതാണ് നമ്മൾ. ഒരു വർക്കിനൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത്രയും ഹൈറ്റിലാണല്ലോ ഇത് റെഡി ആയിട്ട് തന്നെ ചെയ്യുന്നത്. അതെ അതെ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ പലകൊക്കെ വെച്ച് സെറ്റാക്കി 15 ദിവസം കഴിഞ്ഞിട്ട് പൊളിച്ചെടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത്രയും ഭാഗമൊക്കെ പൊട്ടി വീണതാണ്. ആ സൈഡൊക്കെ പൊട്ടി വീഴുന്നുണ്ട്, കണ്ടോ? അതൊക്കെ വീഴുന്നുണ്ട്. അത് മിനിറ്റിൽ 15 മീറ്റർ ആണ് ഇതിന്റെ ഒരു ഫാസ്റ്റിലാണ്. അത്രയും ഫാസ്റ്റിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത് കാണുന്നത് പോലെ സിമ്പിൾ അല്ല, കുറച്ച് പണിയുണ്ട്. ഇത് അതില് ഫോട്ടോയില് കാണാം അത് അതിന്റെ ഫിനിഷിങ്. പക്ഷെ ഇവിടുന്ന് എന്താ സംഭവിക്കുന്ന അറിയില്ല, എന്താണ് മിക്സിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. അങ്ങനെ കുറെ ദൂരം പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയില് കൂടുതൽ എടുത്തിട്ടില്ല. എന്തായാലും ചെയ്ത് വർക്ക് ഫിനിഷിങ് ഉണ്ട് എന്തായാലും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള ഒരു ഐഡിയ ഇല്ല അല്ലേ? അതെ. സൈഡൊക്കെ പൊട്ടിച്ചാടുന്നുണ്ട്. പിന്നെ കുറെ പണിക്കാരും ഇതിന്റെ കൂടെ വേണം. ഇതിങ്ങനെ ചെയ്ത് പോകുമ്പോ തന്നെ അവര് സിമെന്റ് ഒക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ തന്നെ വേണ്ടിട്ട് തന്നെ സിമെന്റ് തന്നെ പൊടി എറിഞ്ഞു. ഇത് ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗം, കഴിഞ്ഞൊരു ഭാഗമാണ് ഈ സംഭവം ഈ കാണുന്നത്. അല്ല എന്തായാലും റിസ്ക് തന്നെയാണ്. കുറച്ച് ഹൈറ്റിലാണ്, കുറെ പണിക്കാരും വേണം. നമ്മളെ റോഡ് ചെത്തിന്റെ മെഷീന്റെ പോലല്ല, ഇതിന് ഒരുപാട് പണിക്കാരും കൂടെ തന്നെ പോണം. 2-4 സൈഡിലും ആൾക്കാരുണ്ട്. അവിടെയൊക്കെ പൊട്ടി വീണത്, അതുകൊണ്ട് അവര് റീസെറ്റ് ചെയ്യാണ്. അതെ അതെ. ഒരു തവണ കൂടെ വീണ്ടും അതിൽ കൂടെ കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്യുന്നത്. അയാള് മറ്റേ സിമെന്റ് എറിയുന്നുണ്ട് അതിന്റെ മേലൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി. അതെ. എന്നാലും കുറെ പണി ലാഭം തന്നെയാണ്. നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഇട്ട് ആ ബെൽറ്റ് വർക്ക് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ആ ബെൽറ്റ് വഴി മേലേക്ക് കയറിയിട്ട് ആ ഡൈയിലേക്ക് വന്ന് ചാടുകയാണ്. ഇതിൽ കുറെ ഈ മെഷീൻ കൊണ്ട് തന്നെ വേറെയും കുറെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഈ ഡൈ മാറ്റിയിട്ടിട്ട് അവർ വേറെ ഇതിന് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിപ്പോ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിവൈഡർ വരുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ഷേപ്പ് വ്യത്യാസം വേറൊരു മാറ്റിയിട്ട് വേറെ. അതെ അതെ. ഡൈ ഇങ്ങനെ മാറ്റിയിടും, അതിനനുസരിച്ചിട്ട് വേറെ ഐറ്റംസ് വെക്കുന്നുണ്ട്. ഫ്ലൈറ്റിന്റെ ടയർ പോലെ
3 ടയർ പറയുന്നുണ്ട്. ഇതിലിപ്പോ വീണ ഒരു പരിവായിക്കണേ മസാല. അതെ അതെ അപ്പൊ ഇതിൽ മസാല ഇട്ടിട്ട് അങ്ങനെ കയറി പോകുന്ന ഒരു സംഭവം. അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ. അവിടെ അങ്ങനെ പൊട്ടി വീണ കാരണം കൊണ്ട് പെട്ടെന്ന് സ്പീഡായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ടാണ് അവരിങ്ങനെ വരുന്നുള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ മെഷീൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.